ഇന്നൊരു മഹാൻ പറയുന്നത് കേട്ടു, വീണ ജോർജിനെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നവന്മാരെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്നൊക്കെ പറയുന്നത് കേട്ടു. കേരളം എന്താ നല്ല പിടിയില്ലാത്തതുകൊണ്ടാണ് വെറുതെ ഞങ്ങളെയൊക്കെ ഇറക്കാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത്. സംശയം എന്താ? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ അവർ അധികാരത്തിൽ വന്ന രൂപത്തിലല്ലേ. കേരളത്തിൽ കോൺഗ്രസിൻ്റെ 4-5 പേര് മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞിട്ട്, ക്യാബിനറ്റ് മന്ത്രിമാരാണ് തീരുമാനിച്ചു കഴിഞ്ഞിട്ട്, അടുത്ത 1 വർഷം കഴിഞ്ഞ് മത്സരിക്കേണ്ട ഓരോ 30 പേരുടെ ലിസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയല്ലോ. അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ ഇവർക്ക് വട്ടുപിടിച്ചിരിക്കുക, മാനസിക രോഗം വന്നിരിക്കുക. ഭ്രാന്താണ്, കാരണം അധികാര ഭ്രാന്ത്. കാരണം ഇതൂടെ കിട്ടിയില്ല പോയി. ഞങ്ങൾ 3-ാം തവണ വരുമെന്നൊരു തോന്നലിലേക്ക് അവരെത്തി. അതിൻ്റെ ഒരു വിപ്രാളമാണ്. അത് വിപ്രാളം. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഭ്രാന്താന്ന് പറഞ്ഞ വ്യക്തിയല്ലല്ലോ, അധികാരഭ്രാന്ത്. ആ അധികാരഭ്രാന്തിലേക്ക് അവരെത്തി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ. മുഖ്യമന്ത്രി സ്ഥാനം ചിലർ തീരുമാനിച്ചു കഴിഞ്ഞു, ചിലർ ക്യാപ്റ്റനാകുന്നു, ചിലർ മേജറാകുന്നു, ചിലർ ജവാനാകുന്നു. ഇങ്ങനെ പല രൂപത്തിലല്ലേ ഇപ്പോൾ ആ പാർട്ടിയുടെ സ്ഥിതി. ഇടതുപക്ഷം ഒന്നുകൂടെ വരുമെന്നുള്ള ഒരു ഭയം അവർക്കുണ്ട്. അതുകൊണ്ട് യാതൊരു സംശയം വേണ്ട, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഈ കഴിഞ്ഞ 9 വർഷം കേരളത്തിൽ ചെയ്ത വികസനം കേരള ജനങ്ങൾക്കറിയാം. നോക്കൂ, റോഡുകൾ, പാലങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രികൾ, അഭൂതപൂർവ്വ മാറ്റം കേരളത്തിലുണ്ടായത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്ത് വികസനം കേരളത്തിൽ നടന്നു? ഞാനത് ഇപ്പോൾ ഭൂമിയിൽ ഞാനത് വിമർശിക്കല്ല. ആ ഗവൺമെൻറ് കാലത്ത് എന്താണെന്നത് ഈ കേരളത്തിൽ നടന്ന വികസനം ഇടതുപക്ഷത്തിൻ്റെ കാലത്താണ്. സ്വപ്ന പദ്ധതികൾ, നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുന്നു, ദേശീയ ജലപാത യാഥാർത്ഥ്യമാകുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ലൈൻ യാഥാർത്ഥ്യമാകുന്നു, മലയോര ഹൈവേ യാഥാർത്ഥ്യമാകുന്നു. ഇത് ചെറിയ കാര്യമാണ് കേരളത്തിൽ നടക്കുന്നത്. 65 ലക്ഷം ആൾക്ക് പെൻഷൻ കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ഈ കേരളത്തിൽ 600 രൂപ 1500 എത്തുമ്പോൾ നിങ്ങൾ മീഡിയ അതൊക്കെ സപ്പോർട്ട് ചെയ്യും. ചെറിയ കാര്യങ്ങൾ പറയണ്ട. അതുകൊണ്ട് ഇതൊക്കെ ഒരു സമരമൊക്കെ ഞങ്ങൾക്കറിയാം. പിന്നെ ഇന്നൊരു മഹാൻ പറയുന്നത് കേട്ടു, വീണ ജോർജിനെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നവന്മാരെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്നൊക്കെ പറയുന്നത് കേട്ടു. കേരളം എന്താ നല്ല പിടിയില്ലാത്തതുകൊണ്ടാണ് വെറുതെ ഞങ്ങളെയൊക്കെ ഇറക്കാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത്.